എൻ്റെ കേസിൽ ഈ രണ്ട് കാര്യവും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഈ കോൺഫറൻസിനും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നണത് ഞാനും ഇതേപോലെ എൻ്റെ ഒരു സ്വയം പ്രപ്പോസൽ എഴുതി, എന്നിട്ട് എനിക്ക് ആ പ്രപ്പോസലിലാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാനത് തീരുമാനിച്ചു. എനിക്ക് അതിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ. അപ്പോൾ പക്ഷെ ഇങ്ങനത്തെ പ്രപ്പോസൽസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ഉണ്ടാവണം. എന്നാലേ അവർ നമ്മൾ സൂപ്പർവൈസ് ചെയ്യാനും ഒരാൾ വേണമല്ലോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് ജസ്റ്റ് മേ ബി ടു മച്ച് നീഷ് ടോപ്പിക് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് അപ്പോൾ അങ്ങനത്തെ ഈ ടോപ്പിക്കിൽ വളരെ കുറച്ച് പ്രൊഫസേഴ്സ് ഇങ്ങനെ റിസർച്ച് ചെയ്യണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് റിസർച്ച് ഗ്രൂപ്പ് ഉള്ളത്. അപ്പം ഞാൻ അതിൽ കുറേ പേർക്ക് അയച്ചു. അതിൽ ഒരാളായിരുന്നു ഇപ്പോൾ എൻ്റെ പ്രൊഫസർ സ്റ്റുവർട്ട് റോബിൻസൺ. അപ്പോൾ ആൾക്ക് അയച്ചപ്പോൾ ആൾക്ക് ഈ പ്രൊപ്പോസൽ ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ കോൾ ചെയ്തു. അതിൽ പ്രൊഫസർ എനിക്ക് ഇങ്ങനെ കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞു, ഇങ്ങനെ പ്രൊപ്പോസലിൽ ആഡ് ചെയ്യാൻ ഇത്തിരി കൂടിയും നന്നാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു, ഈ ഫോർമലി അപ്ലൈ ചെയ്തു. അത് ഫസ്റ്റ് ഇയർ 2021 അഡ്മിഷന് വേണ്ടി. അപ്പോൾ അത് 2020 ജാനുവരി ആ സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ബിക്കോസ് അത് കഴിഞ്ഞ് ഡെഡ് ലൈൻ കഴിഞ്ഞു. ആ സമയത്ത് അപ്ലൈ ചെയ്തു ഡയറക്ട്ലി ടു യൂണിവേഴ്സിറ്റി വിത്ത് പ്രൊപ്പോസൽ, CV, പിന്നെ അണ്ടർ ഗ്രാഡ്, പിന്നെ മാസ്റ്റേഴ്സ് എല്ലാത്തിൻ്റെയും ട്രാൻസ്ക്രിപ്റ്റ് വെച്ച് അതൊക്കെ റൈറ്റപ്പ്. അപ്പോൾ അത് വെച്ച് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് അവർ സ്ക്രീൻ ചെയ്യും കാൻഡിഡേറ്റ്സിന്. അത് കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂ വയ്ക്കും, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ. അതിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും വേറെ 2 പ്രൊഫസേഴ്സ് ഫ്രം എർത്ത് സയൻസസ് അവർ ഇൻ്റർവ്യൂ എടുക്കും. അത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒരു 25-30 മിനിറ്റ്സ് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് അവർ നമ്മളെ സെലക്ട് ചെയ്ത അവർ ഓഫർ ലെറ്റർ അയക്കും യൂണിവേഴ്സിറ്റി. Present anything like in your interview, or it was just question answer? Yeah, it was just question and answers. Okay. Yeah, they asked me first 15 minutes of my interview was basically what I did for my master's project. Okay. And the next 15 minutes was what I was going to do. So on my proposal, like how much I knew, or like to what level you explored it. Yeah. So, and another thing is like I did not actually work in like core geology. Like for my master's project, I was doing remote sensing on Mars. So I was using satellite images, and I was basically working on those images. But for now, I'm doing geochemistry. So it has to do a lot of things with sediments, actual rock samples, sediment samples. So I did not collect any of this. I don't know any of the techniques that were used, which I had to learn new from like here. അപ്പോൾ അങ്ങനെ ഒരു വേറൊരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്ക് കടന്നു വരാനും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു റിസർച്ച് പ്രപ്പോസൽ ഉണ്ട്. അതിൽ ഐ മീൻ ഒരു നല്ല പ്രപ്പോസലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും, എൻ്റെ പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡേറ്റ ആഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഡേറ്റ ഉണ്ടെങ്കിൽ അത് വീണ്ടും വേറെ മെത്തേഡ് വഴി കണ്ടുപിടിക്കാം. ബട്ട് അത് ഇത്തിരി കൂടിയും ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഇത്തിരി കൂടിയും പ്രിസൈസ് ആണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, റൈറ്റപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് ഇയർ അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. പക്ഷേ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല. ബിക്കോസ് ഓക്സ്ഫോർഡിൽ നമ്മൾക്ക് സ്കോളർഷിപ്പ് ഐ മീൻ സ്കോളർഷിപ്പ് ഇല്ലെങ്കിലും നമുക്ക് PhD ചെയ്യാം. പക്ഷെ അത് എൻകറേജ് ചെയ്യില്ല. കാരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സ്കോളർഷിപ്സ് ആണ് ചെയ്യാൻ PhD പറയാം. സെൽഫ് ഫണ്ടിങ് ആയിട്ടുള്ള അവർ യൂഷ്വലി എൻകറേജ് ചെയ്യാറില്ല. അത് ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ ഫണ്ടിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണം അവർ സെൽഫ് ഫണ്ടിങ് ആയിട്ടുള്ള PhD അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല, എസ്പെഷ്യലി ഓക്സ്ഫോർഡ്. മിക്ക യൂണിവേഴ്സിറ്റീസ് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ. അപ്പോൾ ഫസ്റ്റ് ഇയർ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല. ഞാൻ ഒരു 2-3 മാസം വെയിറ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല.
അപ്പോൾ ഓഗസ്റ്റ് 31 മുമ്പ് ഈ ഓഫർ ലെറ്റർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. എൻ്റെ പ്രൊഫസറിൻ്റെ ഒപ്പം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഇയർ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറയാം. അപ്പോൾ അത് ഓഫർ ലെറ്റർ ഞാൻ റിജക്റ്റ് ചെയ്തു. ബിക്കോസ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ അഗൈൻ പ്രൊപ്പോസൽ എടുത്തു, അപ്ലൈ ചെയ്തു. പക്ഷെ ഈ വട്ടം ഞാനൊരു ഡോക്ടറൽ ട്രെയിനിങ് പാർട്ട്ണർഷിപ്പ് DTP ആ വഴിയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിങ് കൺഫേംഡ് ആണ്. അപ്പോൾ എല്ലാ ഇയറിലും DTP അറൗണ്ട് 20 പീപ്പിളിന് അവർ സെലക്ട് ചെയ്യും ബേസ്ഡ് ഓൺ പ്രപ്പോസൽ, ഇൻ്റർവ്യൂസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതിൽ സെലക്ട് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് അതും 4 years ഫണ്ടിങ് കൺഫേംഡ്. അപ്പോൾ അതിൽ കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടിങ് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഇയറിൽ അപ്ലൈ ചെയ്ത് കയറിയത്. സെക്കൻഡ് ഇയർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇൻ്റർവ്യൂ അത് ഇത്തിരി കൂടി പാനൽ മെമ്പേഴ്സ് കൂടി 4 ആൾക്കാർ. അതിൽ എല്ലാവരും വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ, എർത്ത് സയൻസ്, എൻജിനീയറിങ്, ആർക്കിയോളജി. അപ്പോൾ ബിക്കോസ് അതാണ് ഇത്തിരി കൂടിയും ആ സമയത്താണ് നമ്മുടെ പ്രൊപ്പോസലിന് ഇത്തിരി കൂടിയും നമ്മൾ ഒരു ജനറൽ ഓഡിയൻസ്, ജനറൽ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവർ എൻജിനീയറിങ്ങും ആർക്കിയോളജി പഠിക്കുന്ന ആൾക്കാർക്ക് എർത്ത് സയൻസിനെ കുറിച്ച് അത്രയ്ക്കും ഐഡിയ ഉണ്ടാവില്ല, സ്പെഷ്യലി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ടോപ്പിക്കിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് അപ്പോൾ ശരിക്കും എന്താ പറയുക, അവർക്ക് നമ്മുടെ എത്രത്തോളം നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് അറിയാം അത് അവർക്കൊരു ഐഡിയ കിട്ടും അതിൽ നിന്ന്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പക്ഷേ ഈ വട്ടം അങ്ങനെ പറഞ്ഞ പോലെ ഫണ്ടിങ് ഉറപ്പായി. അപ്പോൾ അത് കാരണം അങ്ങനെ സെക്കൻഡ് ഇയറിലാണ് എനിക്ക് ഇവിടെ ഓക്സ്ഫോർഡിൽ സെറ്റ് ആയത്. അതെ. ഞങ്ങൾ രണ്ടുപേരും, ഞാനും മൃദുലയും ക്ലാരൻഡൻ സ്കോളർഷിപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ കാർത്തിക് ഓക്സ്ഫോർഡ് നെർക്ക് DTP എന്നുള്ള സ്കോളർഷിപ്പാണ്. പിന്നെ നെർക്ക് DTP എന്ന് പറഞ്ഞാൽ ENVI അല്ലെ, എൻവയോൺമെന്റൽ റിസർച്ച് NERC. നെർക്ക് അല്ല, അതിന്റെ ഫണ്ടിങ് വരുന്നത് ലണ്ടൻ UKRI ആണ്. അപ്പോൾ UKRI തന്നെ ഒരുപാട് ഫണ്ടിങ്, ഒരുപാട് നെർക്ക് ഉണ്ട്. അതിൽ ഓക്സ്ഫോർഡ് നെർക്കാണ് ഒരെണ്ണം. പിന്നെ ഉള്ളതാണ് ലണ്ടൻ നെർക്ക് DTP ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോളേജസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരു കൺസോർഷ്യം പോലെയാണ്. അപ്പോൾ ലണ്ടൻ നെർക്ക് എന്ന് പറയുമ്പോൾ UCL ലണ്ടൻ, അതുപോലെ ബ്രിക്ബെക്ക് കോളേജ് ലണ്ടൻ, അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റി ചേർന്നിട്ടുള്ള കൺസോർഷ്യമാണ് ലണ്ടൻ നെർക്ക്. അതേപോലെ ഓക്സ്ഫോർഡ് നെർക്ക് ഓക്സ്ഫോർഡിന് മാത്രമായിട്ടുള്ളതാണ്. ഇതുപോലെ എനിക്ക് തോന്നുന്നു കാംബ്രിഡ്ജിലുണ്ടെന്ന് തോന്നുന്നു, ഒരു കാംബ്രിഡ്ജ് മാത്രമായിട്ടുള്ള. അതുപോലെ തന്നെ ഒരുപാട് നെർക്ക് ഉണ്ട്. ഇപ്പോൾ പ്ലൈമൗത്ത് കോളേജ് യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റി ചേർന്ന് വേറൊരു ഒരു DTP ഉണ്ട്, ഒരു വേറെ കൺസോർഷ്യം ഉണ്ട്. അതുപോലെ UK ഓൾമോസ്റ്റ് മിക്ക യൂണിവേഴ്സിറ്റിയിലും ചേർന്നിട്ടുള്ള അവരുടേതായ 4-5-6 DTPs ഉണ്ടെങ്കിൽ തോന്നുന്നു. അപ്പോൾ ഓരോന്നിലും ഫണ്ടിങ്ങിൻ്റെ പാറ്റേൺ പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓക്സ്ഫോർഡ് നെർക്കിലാണെങ്കിൽ സ്റ്റുഡൻസിന് അവരുടെ സ്വന്തം പ്രൊപ്പോസൽസ് വർക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, ഒരു ഫ്രീഡം ഉണ്ട്. ലണ്ടൻ നെർക്ക് DTPയിലും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മറ്റൊരു DTPയിലെന്ന് പറഞ്ഞാൽ അവർ പ്രൊപ്പോസൽസ് അല്ല, പ്രൊജക്റ്റ് അവർ അഡ്വർടൈസ് ചെയ്യും. ആ പ്രൊജക്റ്റിലേക്കാണ് സ്റ്റുഡൻസിനെ അവർ എടുക്കുക. അപ്പം നമ്മളിപ്പോൾ കാർത്തികേയന് കിട്ടിയതിനേക്കാളൊരു വ്യത്യാസം അതിലുണ്ടാവുക എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രപ്പോസൽ, ഒരു പ്രൊജക്റ്റ് അവർ പറയും. ആ പ്രൊജക്റ്റിൽ അവർ ഡിസൈഡ് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡിസൈഡ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെയാണ് എടുക്കുക. പക്ഷെ നമുക്ക് ഓക്സ്ഫോർഡ് നെർക്കിലും ഈ പറഞ്ഞ ലണ്ടൻ നെർക്കിലും എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. ദേ ഹാവ് ദ ഫ്രീഡം ടു സെലക്ട് ദ ടോപ്പിക്. അതുപോലെ തന്നെ ഈ DTP വഴിയാകുമ്പോൾ ഫസ്റ്റ് കൊല്ലമല്ലേ, 4 കൊല്ലത്തിൽ ഫസ്റ്റ് ഇയർ മൊത്തം ട്രെയിനിങ് ആയിരിക്കും. അതേപോലെ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ അവർക്ക് ചൂസ് ചെയ്യാം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. അതുപോലെ സൂപ്പർവൈസേഴ്സിനെ വേണമെങ്കിൽ പിന്നെയും മാറ്റാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ DTP ആണ് UK ഫണ്ടിങ് അല്ലെങ്കിൽ PhD ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുമ്പോൾ ലണ്ടൻ അല്ലെങ്കിൽ UK നെർക്ക് DTPയുടെ സൈറ്റ് നോക്കുന്നതാണ്. UKRI UKVI അങ്ങനെ എന്തോ ആണ്, എൻവയോൺമെൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇവർക്ക് ഫണ്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ എത്ര DTPകളുണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാം ഡെഡ്ലൈൻ വരെ ഡിസംബർ ജനുവരി സമയത്തായിരിക്കും. പിന്നെ ഒരു പ്രശ്നം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വരണമെന്ന് പറഞ്ഞാൽ
ലണ്ടൻ DTPയിലും ബാക്കി ചില DTPകളിലും ഫുൾ ഫണ്ടിങ് ഇല്ല. അവർ ഹോം ഫണ്ടിങ്, അതായത് ഇവിടുത്തെ കുട്ടികൾ ഹോം സ്റ്റുഡൻസിന് എത്രയാണ് ഫീസ് ആ ഫണ്ടിങ് കൊടുക്കുള്ളൂ, ബാക്കി ഫണ്ടിങ് ഉണ്ടാവില്ല. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കി ഫണ്ട് സ്റ്റുഡൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അപ്പോൾ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കോളേജുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സമ്മതിക്കില്ല, കാരണം സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പം ജോയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു വർഷം. അപ്പോൾ നമുക്കിങ്ങനെ ഫുൾ ഫണ്ടിങ്ങുള്ള സ്കോളർഷിപ്പ് നോക്കാം. അല്ലെങ്കിൽ ചില സമയത്ത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ഹോം ഫീസിൻ്റെയും ഇൻ്റർനാഷണൽ ഫീസിൻ്റെയും ആ ഒരു ഗ്യാപ്പ് അവർ നോക്കിക്കോളാന്ന് പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ ഫണ്ടിങ് തന്നെ ആവും. അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫണ്ടിങ് ഉണ്ടാവുള്ളൂ. പാർഷ്യൽ ഫണ്ടിങ് ആണെങ്കിൽ ചില യൂണിവേഴ്സിറ്റി ചിലപ്പോൾ സമ്മതിക്കും നമ്മളെ ചെയ്യാനായിട്ട്, പക്ഷേ ചില യൂണിവേഴ്സിറ്റി സമ്മതിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് DTP ആകുമ്പോൾ. അല്ലാണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രൊജക്ട്സ് വേറെ ഉണ്ടാവും. ഞങ്ങളുടെ രണ്ടുപേരും ക്ലാരൻഡൻ ആണ്. Clarendon DTP, NERC DTP. Do you guys also have this iCase project or something like industrial projects? Because in biology we do, which is basically like tied up with an industry and they pay the money, like they pay the stipend. But the project is advertised again, but it is like the university is not providing you funding, but it's the company which provides, and you will also have the affiliation of the company in addition. അത് നമുക്ക് എനിക്കറിയില്ല, ഇവിടെ ഞാൻ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഉള്ളത്. ജോഗ്രഫി ചില ഡിപ്പാർട്ട്മെന്റ്സിലുണ്ട് അങ്ങനെ. DTP, NERC DTP, it has case studentships. So that's again, you have to like in addition to the NERC funded thing, the case partners, which are basically different industry companies and everything, they will pay extra. But again, that's advertised projects. But mine, since it was like my own proposal, I did not, or like I couldn't convert it to case studentships. കേസ് പ്രൊജക്ട് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ എല്ലാ DTPയിലും ഉണ്ടാവും, എല്ലാ എൻവയോൺമെന്റ് റിസർച്ചിലും ഉണ്ടാവും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കും. അത് ഒന്നില്ലെങ്കിൽ ഇൻഡസ്ട്രീസും ഇൻഡസ്ട്രിയിലെ ഒരാളും സൂപ്പർവൈസറായിട്ട് ചിലപ്പോൾ ഉണ്ടാവും, അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറും ഉണ്ടാവും. അപ്പോൾ അവർ ഒരു രീതിയിലുള്ള പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊജക്റ്റ് ആയിരിക്കും അത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ എല്ലാ DTPകളിലും ഉണ്ടാവും. അപ്പോൾ ഈ നമുക്ക് അങ്ങനെയുള്ള പ്രൊജക്റ്റുകളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഹോം ഫീസിൻ്റെയും ഇൻ്റർനാഷണൽ ഫീസിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ഈ പറഞ്ഞ കേസ് ഫണ്ടിങ് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻസും ഉണ്ട് അതിൽ. I think case studentships is more, I mean there are more partners for biology especially. It's more of industry oriented. I think for geology you have the British Geological Survey, BGS. Other than that, I don't know any other like. I think there are some projects with this archaeology, national. But it's like especially for core geology, I am doing like sedimentary geology. And very far back in time, as I said, like 135 million years, I'm specifically looking at this. I think these case projects are more into contemporary issues. Like latest, any issues or like, finding something. So Okay. So for someone who wanted to apply for PhD in Oxford anywhere, the major issue they face is how they find a research gap. Probably people, when they start after they join the PhD, they look into the literatures and stuff, and they come up with some ideas. And in your case, the professor was already advertised the project, so it was not a problem. At least in the beginning, like last year, but then we need to develop, because it was like an old idea which like he just kept it aside. He just wanted to try it out now. Okay. But Okay. So how did you come up with a proposal and the topic that you want to work on? Because people really search everywhere and they want to do PhD, but they don't know on what topic they should do. And for you, I think it's very specifically you found what you want to work on. Is it just a matter of you're reading a lot and you come with that thought, or is it like random research about what is a hot topic and stuff? So I started in 2020, like I think around November 2020 or December, I don't remember. There was like a online webinar series. Colloquium. It was an online colloquium organized by Christ College, Nalagada, and Exeter University. Sululand University, and there was a lot of other universities involved in that. അപ്പോൾ അതിൽ പേരെനിക്ക് ഓർമ്മയില്ല. I remember one professor who was doing exactly like Cretaceous, or I'm actually working in Cretaceous time period, which
you might know from the T-Rex and all the dinosaurs. So I'm working on Cretaceous sediments. So I remember a professor who was also studying or researching in Cretaceous climates, and I heard the talk and I was very interested. So it was using biochemistry. So he was using like biomolecules to reconstruct the temperatures of Cretaceous sea surface water. So it was very interesting. After the talk, I actually started like reading more papers on this, and then I mean, finding a research gap is very hard because you are not really taught how to do it, even in like masters or bachelors. So it is something. That's why you have guides and supervisors. So as I said, like I made a proposal, which was not very very super. What do you say? It is not really perfect. But what I did was like made a proposal which I thought was good, and then I sent it to professors. And if they like the idea, they actually say, I'm interested in this. And then, as I said, like I had a video chat with my supervisor, and he told me that, okay, this is a good idea, but you need to, when you're writing a proposal, you need to like exactly point out what are you going to do and everything. So he gave me suggestions of what you should need to add and what you should avoid adding into the proposal. So yeah, I did read a bit, but I think reading also helps. Like once you read a lot of papers, I mean, you will know what there is, like what are you missing. So that's how. Yeah. I see. So, and another thing is you have been, I think general suggestion to audience will be if you are undergraduate or any master's student, always go and attend sort of webinars, read around, and subscribe some newsletters on these topics and stuff. I think that really helps. Another question, Oxford kurshan. Oxford, you guys just started. For you, it has been I think 2-3 years. So, how are you feeling about Oxford? How the expenses look like compared to what you get in stipend? And is it good enough to manage all your expenses and stuff? This is like the start of my third year. So I started in October 2022. So it's almost exactly 2 years. I like Oxford. Then I would say that it is expensive. It's I don't know exactly, but it must be the second expensive city in the UK after London. But the problem is that if you are studying in London, you get a separate expenses, like higher expenses. But if you're not studying in London, you don't get that. So it's very expensive city. The housing is quite expensive compared to other cities in the UK. The city is very nice. I have lots of friends I've made lots of friends after coming to Oxford. Also, I have some friends who I already know. So it has been very nice. And the stipend is, as I said, it's okay for one person, single person. But if you have a dependent or something, I think that would not be enough. And you have to be, and if you want to save money, you have to be, you have to make budgets and everything. So it's Manchester I think Manchester is less expensive compared to Oxford. Less ആണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോലെ ഇരിക്കും. നമ്മളെ ഓക്കെയാണ്, അവസരങ്ങൾ നിൽക്കാൻ ഓക്കെയാണ്. Not eating too much outside. If you are cooking ourselves and stuff, then I think that's a good thing. Cooking basically helps. For me. അപ്പോൾ അങ്ങനെ ഇനി അതിനോട് അഗെയിൻ വൺ മോർ ക്വസ്റ്റ്യൻ. ഓക്സ്ഫോർഡിൽ വന്നതിന് ശേഷം, ഓക്സ്ഫോർഡിൽ വരുന്നതിന് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിങ്സ് യു ആർ, ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ഓൾറെഡി ന്യൂ ഇറ്റ് ബിഫോർ യു കം ടു ഓക്സ്ഫോർഡ്. ഒന്ന് അക്കാദമിക്കിലായിരുന്നു. നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ഡയറക്റ്റ് ഓക്സ്ഫോർഡിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എക്സ്പെക്റ്റേഷൻസും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു? പിന്നെ യൂഷ്വലി PhD-കാരൊക്കെ ഓൾറെഡി
lot of people are stressed. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു and how those things, typical PhD life advices. അതെ, അപ്പോൾ ഇവിടെ ഞാൻ അതേപോലെ ക്രൈസ്റ്റിലാണ് ജിയോളജി ബാച്ചിലേഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് പോണ്ടിച്ചേരിയിൽ ഞാൻ ഇത്തിരിയും അപ്ലൈഡ് ജിയോളജി ആണ് പഠിച്ചത്. പക്ഷെ അതിലും എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് ചില കോഴ്സ് എനിക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നത് കോഡിങ് ഓൾവേസ്, അതേത് ലാംഗ്വേജ് ആയാലും മേ ബി പൈത്തൺ അല്ലെങ്കിൽ ആർ, അതിൽ കോഡിങ് ക്ലാസ്സസ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടിയും ഹെൽപ്പായിരുന്നേനെ. ബട്ട് എന്നാലും എൻ്റെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ടോപ്പിക്കിൽ അത്രയ്ക്കും കോഡിങ് ഹെവി ഒരു ടോപ്പിക്കല്ല. അപ്പം അത് കാരണം എനിക്ക് വലിയ പ്രശ്നമില്ല. എന്നാലും കോഡിങ് ഓൾവേസ് ഹെൽപ്സ് ഈവൻ ടു മേക്ക് ഫിഗേഴ്സ്. ക്ലൈമറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കോഡിങ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ക്ലൈമറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് മോഡലിംഗ് ആണ്. മോഡലിംഗ് വരുമ്പോൾ എന്തായാലും കോഡിങ് വേണം. അപ്പോൾ മോഡലിംഗ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലൈമറ്റ് പീപ്പിൾ, അപ്പോൾ നിങ്ങൾ റിസർച്ച് ക്ലൈമറ്റിലാണെങ്കിൽ ജിയോളജി പാർട്ടിൽ പറയുമ്പോൾ കോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ കോർ ജിയോളജിയിൽ പറഞ്ഞ പോലെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അധികം ഈ പറഞ്ഞ കോഡിങ് വേണ്ട വരില്ല എന്ന്. നമ്മളൊന്നുകൂടെ ക്ലാസിക് ജിയോളജി എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ. പക്ഷേ അല്ലെങ്കിൽ അങ്ങോട്ടാണ് AI മെഷീൻ ലേണിംഗ് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ക്ലാസിക് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുന്ന ഫീൽഡ് ബേസ്ഡ് വർക്ക്സ് ചെയ്യുന്നവരും പോകുന്നത് ആ രീതിക്കാണ്. മോഡലിംഗ് എന്ന രീതിക്കാണ് അതിന് പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ജോഗ്രഫിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ സംഭവമൊക്കെ ഒന്നാണ്. ജിയോളജിയും ഫിസിക്കൽ ജോഗ്രഫിയും ഒക്കെ ഒന്നായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്, എർത്ത് സയൻസും ജോഗ്രഫിയാണ് വരുന്നത്. ഈ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ കൂടുതൽ ഹ്യൂമൻ ജോഗ്രഫിയുടെ ആൾക്കാരാണ്. ഫിസിക്കൽ ജോഗ്രഫി വളരെ കുറവേ ഉള്ളൂ. പിന്നെ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാബ്. മെയിനായിട്ടുള്ള സംഭവം അതാണ്. നമുക്ക് ലാബ് എക്സ്പോഷേഴ്സ് വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചില്ലെങ്കിൽ, മാസ്റ്റേഴ്സ് നമ്മളൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഐസർ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ റിസർച്ച് എക്സ്പോഷർ എന്ന സാധനം ഭയങ്കര കുറവായിരിക്കും നമ്മുടെ പിള്ളേർക്ക്. ഉറപ്പാണ്. ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ലാബിലേക്ക് കടക്കാൻ സാധ്യതയുള്ളത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന മാസ്റ്റേഴ്സിൻ്റെ ഫൈനൽ ഡെസർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും. അപ്പം തന്നെ ലാസ്റ്റ് ഒരു നമുക്ക് എനിക്ക് തോന്നുന്നു അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ചില യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് ഒരു സെം ഫുള്ള് പ്രൊജക്റ്റാണ്. അപ്പോൾ അവർക്ക് പിന്നെയും കുറച്ചുണ്ടാവും എനിക്ക് തോന്നുന്നു, അറിയില്ല. പക്ഷേ നമുക്ക് കേരളത്തിൽ മിക്കവാടത്തും ലാസ്റ്റ് സെമ്മിൽ തിയറി ഉണ്ടാവും, പ്രാക്ടിക്കലും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം ഒരു ഇതുപോലെ ഒരു പ്രൊജക്റ്റും ഉണ്ടാവും. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ സമയത്ത് മാത്രമായിരിക്കും ലാബ് കറക്റ്റായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലാബ് വർക്ക് ചെയ്യാന്നുള്ള സംഭവം ഉണ്ടാവുള്ളൂ. അത് തന്നെ എത്ര കുട്ടികൾ കറക്റ്റായിട്ട് ചെയ്യുന്നു, PhD സ്റ്റുഡൻസിൻ്റെ ഹെൽപ്പ് എടുത്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്നാലും എത്രത്തോളം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാബ് അത് പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കാര്യത്തിൽ. കാരണം ഈ പറഞ്ഞ പോലെ കോഡിങ്ങും മറ്റേ സംഭവമൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ലാബ് എക്സ്പോഷർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റേൺഷിപ്പിന് പോവുക. ഇപ്പം എനിക്ക് തോന്നുന്നു NEP പ്രകാരം എല്ലാ കൊല്ലവും ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം ഇൻറ്റേൺഷിപ്പ് പറയുമ്പോൾ കോളേജിൽ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ഉള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യാം. അതേപോലെ തന്നെ പ്രൊജക്റ്റും പുറത്തെ ലാബുകളിൽ പോയി ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ കുറേ കുട്ടികൾ മിക്കപ്പോഴും ചെയ്യാൻ എന്താ കോളേജിൽ തന്നെ ചെയ്യാറ്. അല്ലെങ്കിൽ കോളേജിൽ ചില പ്രൊഫസർമാർ പറയും ഇവിടെ ചെയ്താൽ മതി, ഒരു സൗകര്യം ഉണ്ടായി എന്നുള്ളത് പറയും. പക്ഷേ നമ്മൾ ലാബിലേക്ക് തീരെ എക്സ്പോഷർ ഉണ്ടാവില്ല നമുക്ക്. അതാകുമ്പോഴാണ് മെയിനായിട്ടുള്ള പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ. ലാബാണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം വരെ കുട്ടികൾക്ക്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ വായിക്കാൻ, അതായത് പേപ്പർ വായിക്കാന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കില്ല. അത് കേരളത്തിൽ ഞാൻ പഠിച്ചത് രണ്ടും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലും കേരളത്തിലാണ് പഠിച്ചത്. ഇവൻ അണ്ടർ ഗ്രാജുവേറ്റ് ക്രൈസ്റ്റിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് പോണ്ടിച്ചേരിയിലായിരുന്നു. അണ്ടർ ഗ്രാജുവേറ്റിൽ പേപ്പർ വായിക്കാൻ നമ്മളെ പഠിപ്പിക്കില്ല. ഇല്ല, പേപ്പർ വായിക്കാൻ നമ്മളെ പഠിപ്പിക്കില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റിലും ഓൾമോസ്റ്റ് മിക്ക സ്ഥലത്തും പേപ്പർ വായിക്കാൻ പഠിപ്പിക്കില്ല. ടെക്സ്റ്റ് ബുക്കാണ് ബേസിക് ആയിട്ട് പഠിപ്പിക്കുക മിക്കവർത്തും. എനിക്ക് തോന്നുന്നു കുറേ സ്ഥലത്ത് നോട്ട്സും കൊടുക്കണ്ടാവും. അപ്പം വായിക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക കലയാണ്. കലയെന്ന് എനിക്കറിയില്ല എങ്ങനെ പറയാന്നുള്ളത്. വായിക്കുക എന്നുള്ള സംഭവമുണ്ട്. ട്രെയിനിങ് വായിക്കുന്നതിന് ട്രെയിനിങ് വേണം. വായിച്ച് എന്താണ് ആ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനൊരു ട്രെയിനിങ് വേണം. അത് എഴുതാൻ വേറൊരു ട്രെയിനിങ് വേണം. ഈ മൂന്നും നമ്മുടെ പിള്ളേർക്ക് കിട്ടുന്നില്ല. അതായത് എനിക്ക് എൻ്റെ പ്ലാഗറിസം ഇല്ലാത്ത രീതിയിൽ എഴുതാമെന്നുള്ള എന്താ പറയുക ആ ഒരു കഴിവ് തന്നെ പറയേണ്ടി വരും. അതിനെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് ജസ്റ്റ് പേപ്പർ വായിക്കാനൊരു ഇത് വേണം, അത് എഴുതാനൊരു കഴിവ് വേണം. ഇത് രണ്ടും നമ്മുടെ പിള്ളേർക്ക് ഇല്ല, അല്ലെങ്കിൽ നമുക്കില്ല. എനിക്കുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നില്ല, എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി പറഞ്ഞ പോലെ റിമോട്ട് സെൻസിങ്ങിലായിരുന്നു, മാർഷ്യൻ റിമോട്ട് സെൻസിങ്.
അതിലായിരുന്നു ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പോൾ അവിടെ ഇതേ പറഞ്ഞ പോലെ ഇങ്ങനെ പോണ്ടിച്ചേരിയിൽ വെച്ച് ഞങ്ങൾക്കൊരു പ്രൊഫസർ ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഗ്ലോബൽ ടെക്ടോണിക്സ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ അവിടെ പ്രൊഫസർ ഞങ്ങൾക്ക് ഒരു പേപ്പർ തരും. ആ പേപ്പർ തന്നിട്ട് ഞങ്ങളോട് ഓരോ പേജ് അല്ലെങ്കിൽ ഈ പേജ് നാളെ സമ്മറൈസ് ചെയ്ത് വരാൻ പറയും. സമ്മറൈസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2-3 പാരഗ്രാഫിൽ ഇങ്ങനെ സമ്മറൈസ് ചെയ്തിട്ട് അടുത്ത ദിവസം വരാൻ പറയും. ജസ്റ്റ് ഒരു ഹോംവർക്ക് പോലെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഇത്തിരി എനിക്ക് ഹെൽപ്പായിരുന്നു. അതെ, ബിക്കോസ് അത് ആ സമയത്ത് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ് സമ്മറൈസ് ചെയ്യാനുള്ളത്, അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് മനസ്സിലായത് ഇപ്പോൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ ഞാൻ ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ പഠിച്ചു, ക്രൈസ്റ്റിൽ പഠിച്ചു. ഇതിപ്പോൾ വേറെ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇങ്ങനെ അവർ പഠിപ്പിക്കുന്നുണ്ടാവും, അത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ട്രെയിനിങ് ഇവിടെ വന്നിട്ടാണ് എനിക്ക് പഠിക്കേണ്ടി വന്നത്. ഒരു ചെറിയൊരു ടേസ്റ്റ് പോണ്ടിച്ചേരിയിൽ കിട്ടി, ഇങ്ങനെ സമ്മറൈസ് ചെയ്യുക അങ്ങനെ അതൊക്കെ. അപ്പോൾ അത് അല്ലാണ്ട് ഇങ്ങനെ ഫോർമൽ ട്രെയിനിങ് ഒന്നും ഇല്ല. അത് കാരണം ഇവിടെ വന്നിട്ട് ആക്ച്വലി ബിക്കോസ് ഇവിടെ അണ്ടർ ഗ്രാഡ് സ്റ്റുഡൻസിന് വരെ അവർ പേപ്പർ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കുക. അവർ പേപ്പർ വായിക്കാറുണ്ട് ഇങ്ങനെ അണ്ടർ ഗ്രാഡിലായാലും. അപ്പോൾ അത് സ്റ്റുഡൻസിന് ഒബ്വിയസ്ലി നന്നായി ഹെൽപ്പ് ചെയ്യും. അതും എനിക്ക് തോന്നാറുണ്ട് ഇതിപ്പോൾ മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്തിരി കൂടിയും ഈസി ആയേനെ എന്ന് തോന്നാറുണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ റെഫറൻസിങ് സ്റ്റൈൽസ്, അതെ, അത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ PGക്കും പഠിച്ചിട്ടില്ല, UGക്കും പഠിച്ചിട്ടില്ല. അതിന് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ PGയിൽ എൻ്റെ പ്രൊജക്റ്റ് ലാൻഡ് സ്ലൈഡ്സ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ കോട്ടണറിലായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് കുറേ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിരുന്നു. 2018-19 സമയത്ത് നമുക്ക് ഒരുപാട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി. അപ്പോൾ അത് കാരണം ആണ് ഞാൻ ലാൻഡ് സ്ലൈഡ്സ് എടുത്തത്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒന്നിന്ന് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ കോട്ടണറിയുടെ സംഭവം അല്ലെങ്കിൽ കോട്ടണറി ഫ്ലൂവൽ എവല്യൂഷൻ ഞാൻ ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എനിക്കറിയാത്ത സംഭവമായിരുന്നു ഈ പറഞ്ഞ റെഫറൻസിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പ്രൊപ്പോസൽ മതി കൊടുക്കുമ്പോൾ എൻ്റെ താഴെ റെഫറൻസ് വേണമല്ലോ. അപ്പോൾ അത് ഞാൻ പിന്നെയാണ് പഠിച്ചത്. റെഫറൻസിങ് സ്റ്റൈൽസ് എങ്ങനെയാണ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ പ്രൊജക്റ്റ് നോക്കുമ്പോഴും റെഫറൻസിങ് പഠിപ്പിച്ചിട്ടില്ല. കാരണം അവരെ പഠിപ്പിക്കില്ല. എനിക്കറിയാം, പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞു വിടും പിള്ളേരെ, പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറില്ല ആരും. എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലത്ത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ എനിക്ക് പിള്ളേർക്ക് ഞാനാണ് മിക്ക കൊല്ലവും റെഫറൻസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറ്. പക്ഷെ അപ്പോഴും മെൻലെ അല്ലെങ്കിൽ എനിക്കറിയില്ല, മെൻലെ ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഈ പറഞ്ഞില്ലെങ്കിൽ വേറെ ഒന്നും അറിയില്ല, മെൻലെ മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ അറിയുള്ളൂ. പിന്നെ സോട്ടേറോ കുറച്ചറിയാം, ഈ പറഞ്ഞ എന്നോട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ അത് കുറേ ഉണ്ട് തോന്നുന്നു. അപ്പോൾ മെൻലെയാണ് എനിക്ക് അറിയുന്നത്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളൂ, അതായത് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും, അത് ലാബിൽ ഇങ്ങനെ ചെയ്യണം മറ്റേ സംഭവം. പക്ഷെ ഇതെങ്ങനെ ഒരു ഇതാക്കണം, ഒരു കമ്പൈൻഡ് ആയിട്ടൊരു ലിറ്ററേച്ചർ ആക്കണം, ഒരു ബുക്ക് ആക്കണം എന്ന രീതിയിൽ. അങ്ങനെ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടാറില്ല. അപ്പോൾ നമുക്കൊരു PhD, പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ റിസർച്ചിന് താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ ആ ഒരു രീതിയിൽ പഠിക്കുകയുള്ളൂ. അത് അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് MSc കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സംഭവമായിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജനറലായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് വരുമ്പോൾ ഈ ഇങ്ങനെ താല്പര്യമുള്ള കുട്ടികളും ആ ഒരു ട്രെൻഡിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പം മുമ്പേ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ സംഭവം ഒന്നാമത്തെ കോഡിങ്, ഈ പറഞ്ഞ പോലെ. രണ്ടാമത് പറയുമ്പോൾ എഴുത്ത്, റൈറ്റിംഗ് വർക്ക്ഷോപ്സ് നടത്താറുണ്ട്. ഈ പറഞ്ഞ ക്രൈസ്റ്റിൽ നടത്താറുണ്ട്, എൻ്റെ അറിവിൽ ക്രൈസ്റ്റിൽ നടത്താറുണ്ട്, ഓൾമോസ്റ്റ് മിക്ക കോളേജിലും നടത്താറുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ അറ്റൻഡിങ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് വളരെ യൂസ്ഫുള്ളാണ്. എങ്ങനെ പഠിക്കണം ആ സംഭവമൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് മെയിനായിട്ടുള്ളത്, മുമ്പേ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നുള്ള രീതിയിലുള്ളത്. What do you want to say? So compared to, I think IISER Mahal is one of the prestigious research centers in India. So compared to the lab and everything there, Oxford, is it equivalent or is it better or is it bad, or what is your general? I haven't experienced much in Oxford, but one thing what I could see the difference is like they are more focused on safety here in Oxford. To be honest, That's good. like they in IISER, for example, if I'm interested in joining a lab, I just go to the PI, get his permission, and then he assigns me a PhD student or a postdoc student under whom I'll be just working. Like that person will be taking care of me. Like that person is basically responsible if I do some mistakes in the lab. But the thing is, you are just allowed into the lab and then you start working along with the PhD or the postdoc person. But here,
The difference is you have to like get training for each and everything. Like even if you know how to use the centrifuge machine or the autoclave machine, you have to get a specific training in those once again and get it like approved, signed and everything. Only then you get the access to use it independently. Okay, I see. That's one major difference. But regarding the writing, and at least with biology department, what happens is like, it's like they have the professors basically have the freedom to conduct the exam in whatever format they want, and they might also choose not to conduct exam, and they could just give some assignments. Like the assignments may be like ranging from different styles. Like they might ask you for an assignment which is basically like reading a paper and then summarizing it, like in a format of presentation of 10 minutes. So they basically select the paper, or they basically select the journals or the papers, and if they are selecting the journals, you can choose any paper, like recent 5 years or 10 years, they give some limit, and you can basically select any paper of your interest from the journal, and it may be something ranging from 5 pages, or it might be something like 36 pages or something. It ranges like differently, but they give a time limit for presentation which is like 10 minutes. So you have to summarize the key results and also like critically analyze that, like this could have been better, I think this is something wrong which they did, and you have to like point it out, and in addition you have to also give some background information to that, because you can't just direct a research like a presentation just like that. So you have to format it, and also it gives you an idea like how to present a paper in a like given time. So that was helpful, and this was one thing. And they also like give assignments like writing research proposals as well. Like they ask you to write 1-page research proposal of your own, but depending on the coursework, like if it was like plant developmental and some courses, your research work should basically focus on plants and not animals. That's the only thing. But you have the freedom to like include like other combinations as well. Like you can bring chemistry, mathematics, that is not the matter unless there is some plants in it. So you have the basic freedom there to write your own research proposal like within the given word limit. So you are also trained to like maintain the word limit, which is very much important for the grants when you are applying in the future. So that is there. And in addition, the exam pattern was very easy, to be honest, at least in biology department. Like it was like more conceptual questions. Like they don't directly ask you from the slides or the lectures or the book. To be honest, I never read any books. I just go to the lectures, attend them. Even if not, I use the recordings. Because of COVID, I just watch the recordings and go to my exams, write whatever I feel. It's like mostly the exams were also like, they used to ask questions like, this is the scenario and what is the experimental design you are going to choose. So it's more like research focused. They make you like design your own experiments for certain questions. So there might be multiple answers, like you can design n number of experiments for proving something or testing your hypothesis. So they grade relatively, so it's also like improves your skills, and also you get acknowledged with the new techniques and other stuffs. Even if you have not performed it, you just get to know like what are the techniques, and you also get to know like which techniques can be used for which case and how the result will be and how to analyze it and all those stuff. And this is there. And apart from that, we also had 1 credit course and 2 semesters which is called seminar attending, in which you basically, they give some, in biology, the major science paper or nature paper, these are the more reputed papers like journals, like Cell, Nature, Science and all those stuff. From those you have to pick 1 paper and you will be assigned a slot, and you have to like present it again in 10. The seminar attending is basically you just attend the seminars which other people are presenting. You just have to like listen to it, ask questions, and you are graded for that. But it's mandatory, so like weekly you get to know new papers from different disciplines in biology. Like from because the presenter might be interested in immunology or evolution or say developmental, so you get to know like diverse, and you also get to know the diverse techniques which are used in different fields. So that was one important thing. And in the next year it was seminar presenting, where we have to present, and then the juniors will be there as audience to listen to us. So these were all important things which I felt, and we also like got used to like reading papers in that moment. So I
ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇത്ര അഹങ്കാരം പാടില്ല. ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്ലൈ തന്നു, അപ്പൊ തിരിച്ച് നമ്മൾ റിപ്ലൈ എടുക്കാൻ വേണ്ടി നമ്മൾ കാണിക്കണം. വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞാൽ നിർത്തി പോരല്ലോ. താങ്ക് യു ഫോർ യുവർ റിപ്ലൈ. ഐ ഹോപ്പ് യു ആർ ഇൻ ദ ഫ്യൂച്ചർ